നീണ്ട 29 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും അതേ ഒരു ഒത്തൊരുമയോടെ അതേ ഒരു സ്നേഹത്തോടെ കൂടിച്ചേരാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിൽ വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അതിന് എനിക്ക് തോന്നുന്നു എൻ്റെ പല പല കമ്പനികളിലും ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടാറില്ല. എല്ലാവരുടെയും തുടക്കം ഇവിടെ നിന്നാണ്. ഈ ഒരു തുടക്കത്തിൽ നിന്നാണ് എല്ലാവരും അവരവരുടെ കരിയറും അതുപോലെ ജീവിതവും കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം എല്ലാവരും വളരെ സ്നേഹത്തോടെ നമ്മളന്ന് പിരിഞ്ഞ അതേ ഒരു വൈബോടുകൂടി തന്നെ ഇപ്പോഴും കണ്ടുമുട്ടുന്നതും കൂടിച്ചേരുന്നതും. ഈ ഒരു കൂടിച്ചേരൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകട്ടെ, വർഷം തോറും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നലെ വന്നപ്പോഴേ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ എല്ലാവരും പലതരത്തിലുള്ള മേഖലകളിലേക്ക് മാറി പല പല പൊസിഷനിലിരിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇവിടെ വന്ന് ഒരുമിച്ച് രണ്ടെണ്ണം വീഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാവരും പഴയ ചാത്തൻ സേവ മഠത്തിലെ ചാത്തന്മാരായി മാറി. അത് ഇനി എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും ഇതേ ഒരു വൈബ് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രായമാകാത്ത ചാത്തന്മാർ. ജീവിതം എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നൊരു സ്ഥലമാണ്. നിത്യവും എല്ലാ ദിവസവും നമ്മൾ തമ്മിൽ കാണുന്നില്ലെങ്കിലും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും അന്ന് എല്ലാ ദിവസവും കാണുന്ന പോലെയുള്ള അതേ വൈബോട് കൂടിയിട്ട് തന്നെയാണ് ഇന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ വീണുപോയ പല ഘട്ടങ്ങളിൽ നിന്നും, ഒരു ഘട്ടമല്ല പല ഘട്ടങ്ങളിൽ നിന്നും എന്നെ കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ള എൻ്റെ കൂടപ്പിറപ്പുകളാണ് എനിക്ക് എൻ്റെ ഈ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ. അപ്പോൾ ഇവരോടൊപ്പമുള്ള ഇത് മാത്രമല്ല, ഇനിയുള്ള ഏതൊരു ഗെറ്റ് ടുഗദർ ആയാലും എന്ത് പരിപാടിയാണെങ്കിലും അവിടെ ജീവനുള്ളിടത്തോളം കാലം നമ്മൾ ഓടിയെത്തും. നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ, അതായത് നമ്മുടെ ടീനേജ് ടൈമിൽ പോളിടെക്നിക്കിൽ 3 വർഷം പഠിച്ച് ആ ഒരു സമയം തിരിച്ചു കൊണ്ടുവന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും ഒരുമിച്ച് വന്നു. നമ്മുടെ വ്യക്തിപരമായ സമയങ്ങൾ മാറ്റിവെച്ച് ഇതിനു വേണ്ടി വന്നു. ഞാൻ തലേദിവസം ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ വന്നില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമാകുമായിരുന്നു. എല്ലാവരെയും തിരിച്ചു കിട്ടി ആ ഒരു സന്തോഷം അനുഭവമാണ്. വളരെ വളരെ എനർജറ്റിക്കാണ്. സത്യത്തിൽ ഈ സാധനം പൊളിച്ചു. കാരണം നമ്മൾ ഇത്ര വർഷം കൂടി കൂടിയിട്ട് പൊളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെങ്ങമ്മലൊക്കെ അടിച്ച് കവർ ചെയ്തത് നമ്മളെ പഴയ വൈബ് നമ്മളെ എൻജോയ് ചെയ്ത് അടിപൊളി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സൗന്ദര്യമായ ഒരു ദിവസത്തിലേക്കാണ് ഇന്നലെ ഞാൻ വഴുതി വീണത്. 95, 94, 97 കാലഘട്ടത്തിൽ വയനാട് പോളിടെക്നിക് പഠിക്കുന്നു. അവിടെയുള്ള സുഹൃത്തുക്കൾ, അവിടെയുള്ള ആൾക്കാർ, അവരുമായിട്ട് 30 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു. ഇത് ജീവിതത്തിൽ എനിക്ക് തന്ന എനർജി നാളെ എനിക്ക് കിട്ടാതെ പോകുന്ന ഒരു വല്ലാത്ത അനുഭവം എനിക്ക് സമ്മാനിച്ച സുഹൃത്തെ വരും. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ആദ്യം ഞങ്ങൾ ഇപ്രാവശ്യം കടന്നു വരുമ്പോൾ വീട്ടിലേക്ക് വന്നത്. നന്നായി ചിരിച്ചുകൊണ്ട് ഞങ്ങളെ സ്വീകരിച്ച ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഇന്ന് വരെ ഞങ്ങളെ കണ്ടിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും 10-25 വർഷത്തെ മാനസിക ബന്ധം ഉള്ള നിലയിൽ ഇവൻ പറഞ്ഞിട്ടുണ്ടാവാം വളരെ ഹാർദമായ ഒരു സ്വാഗതം. എനിക്ക് ഇന്നലെ സത്യം പറയുകയാണെങ്കിൽ പണ്ടത്തെ പോളി ജീവിതം ഓർമ്മ വന്നു. അതോടുകൂടി ഈ 10-30 വർഷത്തിന് ശേഷം ഇവരെയൊക്കെ കണ്ട് വീണ്ടും പഴയ കാര്യങ്ങളെല്ലാം തിരിച്ചെടുത്ത് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കാൻ കഴിഞ്ഞത് വളരെ വളരെ സന്തോഷകരമായ ഒരു നിമിഷമായിട്ട് തോന്നുന്നു. ഇനി അടുത്തൊരു ഗെറ്റ് ടുഗദർ നടക്കുമ്പോഴേ ഇന്നത്തെ ഇന്നലെ 10-25 പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ പോളിയുടെ പഴയ ഓർമ്മകളൊക്കെ എല്ലാവരും പല പല മേഖലകളിൽ നിന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫർട്ട് എടുത്താണ് വന്നത്. ആ ഓർമ്മകൾ ഞങ്ങളുടെ പണ്ടത്തെ പോളിയിലെ ജീവിതകാലമൊക്കെ ഒരുപാട് ഓർത്തെടുക്കാൻ സാധിച്ചു. ഇനി അടുത്തൊരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. അത് ഇനി എന്ന് ഉണ്ടാവും അറിയില്ല. എന്ന് വരെ ഉണ്ടായാലും ഇത് ഞങ്ങൾക്കൊരു നല്ലൊരു എനർജിയും എന്താ പറയുക ഒരുപാട് നല്ല ഓർമ്മകൾ തന്നു. ഞങ്ങളുടെ കൂട്ട് ഇന്നിപ്പോൾ ഞങ്ങളിവിടുന്ന് പിരിയാണ്. വന്നവർക്കും
വരാൻ പറ്റാതിരുന്നവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും പറയുകയാണ്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഒത്തുകൂടുന്നത്. വളരെ നല്ലൊരു വൈബായിരുന്നു. എല്ലാവരും വന്നു. എല്ലാവരും കുറച്ചുപേർ മാത്രമേ ഉള്ളൂ അതിനകത്ത് വരാതിരുന്നത്. എന്നാലും നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ആ പഴയ ആ വൈബിലേക്ക്, പഴയ ആ ഒരു സൗഹൃദത്തിലേക്ക് വീണ്ടും എത്തിച്ചേരുകയും വീണ്ടും സൗഹൃദം പങ്കിടാൻ ഒരു അവസരം ഉണ്ടാകുകയും ചെയ്തു. വളരെ ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളാണല്ലോ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടുകളായിട്ട് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാർക്കും അവരുടെ ജീവിതത്തിലും അവരുടെ പ്രൊഫഷണലിലും എല്ലാം നല്ല എന്താ പറയുക ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം.